ഹലോ അസ്സാമു അലൈക്കും. ഞാൻ എമ്മി മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5-8 വെളുത്തുള്ളി തൊല്ലിയിട്ട് വെച്ചിന്, കുറച്ച് കുരുമുളക് എടുത്തിന്, കുറച്ചൊരു ജീരകം എടുത്തിന്, 2 സ്പൂണ് മുളക് പൊടി എടുത്തിന്, കുറച്ച് ഉപ്പ്. ഞാൻ ഒരു ഇടി കോഴി എടുത്തിന് 10 കഷ്ണമാക്കിയിട്ട് വെങ്ങിന്. അതിനനുസരിച്ചിട്ട് ഉപ്പ് എടുക്കണം. അതിനെ ഈ മിക്സറിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം. ഇതേമാതിരി എല്ലാം ഇതേമാതിരി മിക്സറിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ട് ഈ ചട്ടിക്കിടണം വലിയ കോഴി മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാനില്ലേ നെയ്ത്തെണ്ണ എടുത്തിന ഒന്ന്, ഇത് കണക്കിനനുസരിച്ചിട്ട് നെയ്ത്തെണ്ണ. പിന്നെ ഇത് കുറച്ചില്ലേ ഓറഞ്ച് കളറില്ലേ ഫുഡ് കളറ് കുറച്ച് ഇടണം. അതെ ഇത്ര ഇടണം. അതിനിട്ടൊരു വങ്ങല മിക്സ് ആക്കണം. അത് നമ്മൾ ചോട്ടിലേക്ക് ഇടയില്ല, ഇതേ കറക്റ്റ് ഇട്ടാൻ കഴിയും മസാലക്ക്. ഈ 10 പീസിനെ ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് സ്വബയ്ക്ക് വെക്കുന്നെങ്കിലേ രാത്രി മിക്സ് ആക്കിയിട്ട് വെക്കണം. നല്ല കോഴിക്ക് പിടിച്ചിടാൻ നല്ല ടേസ്റ്റാണ്. ഇതേമാതിരി ഇതാക്കിയിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചോ കൈ മൂടി. പിന്നെ ഒരു സൈഡിൽ ഞാൻ ചട്ടി എടുത്തിന് എണ്ണ വെച്ചത്. ഈ അരി 1 കിലോ എടുക്കണം. ഞാൻ ഈ അരി എടുത്തിന് 2 ഇത് ഉള്ളി എടുത്തിന്, വലിയ ഉള്ളി എടുത്തിന് 2. പിന്നെ ഉള്ളി അരിപ്പിടി പാടാനാകുമ്പോൾ ഇല്ലേ ക്യാപ്സിക്കം 1 എടുക്കണം. ക്യാപ്സിക്കം 1 എടുത്ത് പിന്നെ ഇത് മുന്നിൽ ഉള്ളി പാടാനാകുമ്പോൾ വെളുത്തുള്ളി കുറച്ചില്ലേ പൊടിച്ചിട്ടിടണം. 5-8 കുത്തിയിട്ടിടണം. പിന്നെ ക്യാപ്സിക്കം ഇടണം. പിന്നെ ഈ ഗരം മസാല ഇല്ലേ ജീര, ലോങ്ക്, ഏലത്തിരി, ചെറിയ ഏലത്തിരി, കുരുമുളക്, കെത്ത, ചപ്പ് അത്ര ഇടണം. ഈ ക്യാപ്സിക്കം ഇട്ടേ പിന്നെ വങ്ങല മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഈ പച്ചമുളക് ചീറ്റാക്കിയിട്ട് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടണം. ഇടി കൊത്തമ്പാരി ഒരു പൊടി എടുത്തിന്, ഇടി കൊത്തമ്പാരി ഇടണം ഇതിൽ. അതിനെ വങ്ങല മിക്സ് ആക്കിയ പിന്നെ ഒരു ചിക്കൻ ട്യൂബ് എടുത്തിന് ഞാൻ. ചിക്കൻ ട്യൂബ് ഇടണമെന്നില്ല, വേണം കിട്ടാൻ കഴിയും. ചിക്കൻ ട്യൂബ് ഇട്ടിട്ട് ഇതായ പിന്നെ ഉപ്പിടണം കുറച്ച്. നമ്മൾ കോഴിക്ക് ഉപ്പിട്ടണല്ല, കൂടുതലിടാൻ കഴിയില്ല. പിന്നെ ഈ അരി ഞാൻ കയറ്റി വെച്ചിട്ട് ഇപ്പോൾ ഉത്തിയിട്ടൊന്നുമില്ല, കയറ്റി ഡയറക്റ്റ് ഞാൻ ബർക്കോനിട്ട് കുറച്ച് ഇങ്ങനെ എണ്ണയിൽ മിക്സാക്കിയ പിന്നെ ഈ തളിച്ച വെള്ളം ഒഴിക്കണം. തളിച്ച വെള്ളം ഒഴിച്ചാൽ പിന്നെ ഈ പേപ്പറില്ലേ അലുമിനിയം ഇതിലിങ്ങനെ ചട്ടീനെ ഇങ്ങനെ മൂടിയിട്ട് വെക്കണം. അതിന് പിന്നെ ഈ കാട്ടൻ്റെ സ്പൂൺ എടുത്തിട്ട് ഇടി ഇങ്ങനെ കുത്തിയിട്ട് കൊടുക്കണം ആ പേപ്പർക്ക്. ആ കുത്തിയിട്ട് കൊടുത്തേ പിന്നെ ഈ കോയിനെ പെത്തിയാൻ കഴിയും. മുകളിൽ പ്ലേറ്റ് വെക്കാൻ കഴിയില്ല. ഇതേമാതിരി 10 പീസിനെ ഈ കോയിനെ പെത്തിയ പിന്നെ അതിൻ്റെ മുകൾക്കും ഇല്ലേ ഈ അലുമിനിയം പേപ്പർ ഇടണം. 2 ലെയറാക്കിയിട്ട് 2 പേപ്പർ വെച്ചിട്ടിട്ടിട്ട് അങ്ങനെ അതിനെ അമർത്തിയിട്ട് മൂടണം. എന്തേന്നെങ്കിൽ കാറ്റ് പോകാൻ പാടില്ല. അതിൻ്റെ ആവി ഭയങ്കര വേവല്ല. ഇത് നോക്കല്ലേ ഇതേമാതിരി. ഇത് കുറച്ച് ബാക്കിയുണ്ടോ. 45 മിനിറ്റ് വെക്കണം. 45 മിനിറ്റ് വെച്ച പിന്നെ നോക്കിയാൽ കഴിയും. ഇതെൻ്റെ ഇതിൽ കനം കൂടിയിട്ട് അത് താഴേക്ക് വീണ്. പിന്നെ ഇതേമാതിരി ഇതിനെടുത്താൻ കഴിയും. നല്ല നോക്കല്ലേ ചോറെല്ലാം നല്ല കണക്കിലെ ബന്ധിട്ട് വന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ. പിന്നെ ഇതിങ്ങനെ മിത്തേക്കെന്താ അതിങ്ങനെ മേൽന്ന് പൊട്ടിക്കണം. അടിയിൽ നിന്നേ പൊട്ടിക്കാൻ കഴിയില്ല, ചോറ് കണ്ടായിപ്പോൾ. പിന്നെ എൻ്റെ മേൽക്കിലെല്ലാം കോയിന് നമ്മൾ വെച്ചിട്ട് കൊടുത്തിട്ടില്ലേ ഈ ഒരു കിണ്ണം വെച്ചിട്ട് ഞാനൊരു ചട്ടി കത്തിച്ചിട്ട് എടുത്തിന്. അതിൻ്റെ മേൽ കുറച്ച് സൺഫ്ലവർ ഓയിലിട്ടിട്ട് ഇങ്ങനെ മൂടിയിട്ട് വെക്കണം. അതിൻ്റെ മേൽക്ക് ആ പേപ്പർ വെക്കണം, അലുമിനിയം പേപ്പർ ഇല്ലേ അതിനെ വെച്ചാലും മോശമില്ല, ആവി പോകുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ നിറഞ്ഞിട്ട് നോക്കണം. അടിപൊളി മന്തി. അതിന് നല്ല ടേസ്റ്റ്, തിന്നാനും ടേസ്റ്റ്, നോക്കാനും ടേസ്റ്റ്, എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയത്. നല്ല ബേക്കാനും നല്ല ടേസ്റ്റ്.